തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കോർപ്പറേഷൻ്റെ 17ാമത് ക്ലാസ്സാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോർപ്പറേഷനകത്തെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസിനെ പറ്റിയാണ്. ആ ക്ലാസ് തന്നെയാണ് ഇന്നും നമ്മൾ തുടരുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ബാങ്കിങ് കമ്മീഷനാണ്. R.G. സരയ്യ ചെയർമാനായിട്ട് 1969 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ബാങ്കിങ് കമ്മീഷനെ പറ്റി. ബാങ്കിങ് കമ്മീഷൻ എന്നാണ് പറയുക. R.G. സരയ്യ കമ്മിറ്റി 1969 നിയമിച്ചു. 1972 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയിലെ അല്ലെങ്കിൽ ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യങ്ങളിൽ അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അർബൻ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. അർബൻ ബാങ്കുകൾക്കുള്ള ഫോർമേഷനെ പറ്റിയാണ് പറയുന്നത്. മറ്റൊന്ന്, നോമിനൽ മെമ്പേഴ്സിനും ബാങ്കിങ് ഫെസിലിറ്റീസ് അനുവദിക്കണം. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗ്രാമീണ അർബൻ സഹകരണ ബാങ്കുകളിലേക്ക് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഗ്രാമീണ ബാങ്കുകൾ അതായത് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയിട്ട് അവയെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ്. മറ്റൊരു കമ്മിറ്റിയാണ് ബാവ കമ്മിറ്റി. ബാവ ചെയർമാനായിട്ട് 1971 നിയമിച്ച ഈ കമ്മിറ്റി 1971 തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇത് പ്രധാനമായിട്ടും ഈ ലാംസിനെ പറ്റി, അതായത് ലാർജ് സൈസ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് സ്ഥാപിക്കുന്നതിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ റിപ്പോർട്ടാണ് ആ വർഷം തന്നെയാണ് അവർ സബ്മിറ്റ് ചെയ്തത്. ലാംസ് LAMPS ലാംസ് ലാർജ് സൈസ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്ഥാപിക്കണം. അത് ആദിവാസികളുടെ ക്ഷേമത്തിനായിട്ട് അവർക്ക് വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾ, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്ഥാപിക്കണം എന്നാണ്. പിന്നെ മറ്റൊന്ന്, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് കേന്ദ്ര സർക്കാർ ഡോക്ടർ സ്വാമിനാഥനെ ചെയർമാനായിട്ട് 1973 നിയമിച്ച ഈ കമ്മിറ്റി 1974 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ബി സെപ്പറേറ്റഡ്. സഹകരണ വിദ്യാഭ്യാസവും അതുപോലെ പരിശീലനവും അത് രണ്ടാക്കി മാറ്റണമെന്നാണ് പ്രധാന ശുപാർശ. അതുപോലെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സ്ഥാപിക്കണം, NCCT. ഈ രണ്ട് ശുപാർശകളാണ് ഈ സ്വാമിനാഥൻ കമ്മിറ്റി അന്ന് സമർപ്പിച്ചത്. പിന്നെ മറ്റൊന്ന്, കമ്മിറ്റി ഓൺ ഇൻ്റഗ്രേഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI 1976 R.K. ഹസാരി അധ്യക്ഷനായി നിയമിച്ച ഈ കമ്മിറ്റി 1977 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയാണ് 3 ടയർ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി റെക്കമെൻഡഡ് 3 ടയർ സിസ്റ്റം. അതുപോലെ പണയപ്പെടുത്തലിന് ഗഹാൻ സമ്പ്രദായം നടപ്പിലാക്കണം, ഗഹാൻ ഫോർ മോർഗേജ്, അതും ഈ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണ്ടി ഒരു കമ്മിറ്റിയെ റിസർവ് ബാങ്ക് തന്നെ നിയമിച്ചു. മാധവദാസ് ആണ് ഇതിൻ്റെ ചെയർമാനായിരുന്നത്. 1978 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്, കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് ദോസ് പ്രൈമറി സൊസൈറ്റീസ് വിച്ച് ആർ അൺലൈസൻസ്ഡ് ഷുഡ് സ്റ്റോപ്പ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്.
അതായത് ലൈസൻസ് RBIയുടെ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ മാത്രമേ ബാങ്കിങ് ഇടപാടുകൾ നടത്താവൂ. ഇപ്പോഴും നമ്മളൊരു പ്രധാന ചർച്ചാ വിഷയമായി വന്നിരിക്കുന്ന വീണ്ടും റിസർവ് ബാങ്ക് ഉന്നയിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. ബാങ്കിങ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാങ്ക് എന്നുള്ള പേര് വെക്കാൻ പറ്റൂ. അതുപോലെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ലൈസൻസ്, റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് വേണം. പ്രൈമറി സൊസൈറ്റീസ്, ലൈസൻസ് ഇല്ലാത്ത പ്രൈമറി സൊസൈറ്റീസ് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തണം. അതുപോലെ PSES നോട്ട് കമ്മിങ് അണ്ടർ BR ആക്ട് നോട്ട് ടു യൂസ് ദ വേർഡ്സ് ബാങ്ക്, ബാങ്കർ ആൻഡ് ബാങ്കിങ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാങ്കെന്നോ ബാങ്കറെന്നോ ബാങ്കിങ് എന്നുള്ള പദങ്ങൾ PSES BR ആക്ടിൻ്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പാടില്ല. അത് മാധവദാസ് കമ്മിറ്റിയാണ്. ട്രാഫിക് മറ്റൊരു കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന, അതായത് B. ശിവരാമൻ അധ്യക്ഷനായിട്ട് 1979 റിസർവ് ബാങ്ക് നിയമിച്ച കമ്മിറ്റിയാണ് ട്രാഫിക്. 1981 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ട്രാഫിക് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ ട്രാഫിക് കമ്മിറ്റിയുടെ ശുപാർശ എന്ന് പറയുന്നത് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ. കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നബാർഡ്. നബാർഡ് സ്ഥാപിക്കുന്നതിനെ പറ്റി ശുപാർശ ചെയ്തിരുന്നത് ഈ കമ്മിറ്റിയാണ്. അതുപോലെ LTMD ലോൺസ്, 2 ടയർ 3 ടയർ സിസ്റ്റം, അതായത് ലോങ് ടേം ഫിനാൻസ് 2 ടയർ സിസ്റ്റവും അതുപോലെ മീഡിയം ടേം ലോൺസ് 3 ടയർ സിസ്റ്റത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ റിബേറ്റ്, പലിശ റിബേറ്റ് അനുവദിക്കണം. അതായത് സമയത്തിന് തിരിച്ചടവ് വരുന്നതിന് വേണ്ടി പലിശയ്ക്ക് റിബേറ്റ് അനുവദിച്ചു കൊടുക്കണം എന്നും ശുപാർശ ചെയ്തിരുന്നു. വെങ്കടപ്പയ്യ അധ്യക്ഷനായിട്ട് 1987 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സ്ട്രക്ചർ ആൻഡ് റോൾ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ബി ഓർഗനൈസ്ഡ്. നാഷണൽ ഫെഡറേഷൻ ഷുഡ് സ്റ്റഡി ദ സിറ്റുവേഷൻ ആൻഡ് മേക്ക് ദ പ്രോസസ് ഈസി. അപ്പോൾ അതാണ് ഈ വെങ്കടപ്പയ്യ കമ്മിറ്റിയുടെ, അതായത് കമ്മിറ്റി ഓൺ സ്ട്രക്ചർ ആൻഡ് റോൾ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഈ കമ്മിറ്റി ഒരു ശുപാർശയേ ഉള്ളൂ. നാഷണൽ ഫെഡറേഷൻ ഷുഡ് സ്റ്റഡി ദ സിറ്റുവേഷൻ ആൻഡ് മേക്ക് ദ പ്രോസസ് ഈസി. RBI നിയമിച്ച AM ഖുസ്രു കമ്മിറ്റി, അത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഖുസ്രു കമ്മിറ്റി 1986 നിയമിച്ച് 1989 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ശുപാർശയാണ് നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ബി ഓർഗനൈസ്ഡ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കണം. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, അതായത് BDP ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് സജസ്റ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ചൗധരി ബ്രഹ്മപ്രകാശ്. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട്. മോഡൽ കോഓപ്പറേറ്റീവ് ആക്ട് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1990 നിയമിച്ച് 91 റിപ്പോർട്ട് കൊടുത്തു. ഇത് സജസ്റ്റ് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശ കമ്മിറ്റിയുടെ. ചൗധരി ബ്രഹ്മപ്രകാശാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്.
മറ്റൊന്ന് വൈദ്യനാഥൻ കമ്മിറ്റി, ടാസ്ക് ഫോഴ്സ് ഫോർ റിവ്യൂയിങ് റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എ വൈദ്യനാഥൻ ചെയർമാനായിട്ട് കേന്ദ്ര സർക്കാർ 2004 നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. 2005 അവർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിൽ പ്രധാന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് റിവൈവൽ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്രെഡിറ്റ് സഹകരണ മേഖലയിലെ വായ്പാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ പുനരുദ്ധരിക്കണം. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു റൈറ്റ് ഓഫ് അക്യുമുലേറ്റഡ് ലോസ് ഓഫ് സൊസൈറ്റീസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആൻഡ് ഗവൺമെൻറ് ഷെയർ, കോസ്റ്റ് ഓഫ് ഓഡിറ്റ് ടു മേക്ക് ദ ഓഡിറ്റ് അപ് ടു ഡേറ്റ്, അസിസ്റ്റൻസ് ഫോർ കമ്പ്യൂട്ടറൈസേഷൻ എക്സെട്ര. മറ്റൊരു ശുപാർശയാണ് സാമ്പത്തിക സഹായം സംഘങ്ങൾക്ക് നഷ്ടം പരിഹാരത്തിനായിട്ട്. കൂടിക്കൂടി വരുന്ന നഷ്ടം സംഭവിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ആ നഷ്ടം നികത്തുന്നതിന് സാമ്പത്തിക സഹായം കൊടുക്കണം. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ്, വായ്പാ തിരിച്ചടവ്, ഗവൺമെൻറ് ഷെയർ, അതുപോലെ കോസ്റ്റ് ഓഫ് ഓഡിറ്റ്, അത് ടു മേക്ക് ദ ഓഡിറ്റ് അപ് ടു ഡേറ്റ്, ഓഡിറ്റ് അപ് ടു ഡേറ്റ് ആക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംഘങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ബിസിനസ് നടത്തണം. ഇങ്ങനെ ഉള്ള ചില റെക്കമെൻഡേഷൻസാണ് ഈ വൈദ്യനാഥൻ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നത്. മറ്റൊന്ന് വ്യാസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, വ്യാസ് അധ്യക്ഷനായിട്ട് നബാർഡ് നിയമിച്ചാണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് എന്നും പറയും. 2000 നിയമിച്ചത്. റൂറൽ ക്രെഡിറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് പ്ലാനിനെ പറ്റിയെല്ലാം ശുപാർശ ചെയ്തു. പ്രകാശ് പക്ഷി കമ്മിറ്റി ആണ് നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് നോക്കാനുള്ളത്. റിപ്പോർട്ട് ഓഫ് ദ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ സ്ട്രീം ലൈനിങ് ഓഫ് ഷോർട്ട് ടേം കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. 2012 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ച് പ്രകാശ് പക്ഷി അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റി 2013 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന മേക്ക് പ്രൈമറി സൊസൈറ്റീസ് ആസ് ബിസിനസ് കറസ്പോണ്ടൻ്റ് ഓഫ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ജില്ലാ ബാങ്കുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പ്രൈമറി സംഘങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു മീഡിയേറ്റർ ആയിരിക്കണം, ഒരു ഇടനിലക്കാരനായിരിക്കണം പ്രൈമറി സൊസൈറ്റീസ്. ഇതാണ് ഇവരുടെ മുഖ്യ ശുപാർശകൾ. ഇങ്ങനെ ഇതിനകത്ത് പ്രധാനപ്പെട്ടവും എന്നാൽ അത്ര പ്രധാനമല്ലാത്തതുമായ നിരവധി കമ്മിറ്റികളും കമ്മീഷനുകളും നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ 3 ഭാഗങ്ങളായിട്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഇനി നമുക്ക് ഈ കോർപ്പറേഷനകത്ത് തന്നെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.